Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കരിവെള്ളൂർ പലയേരിയിൽ നവവധുവിന്റെ 30 പവൻ ആഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി AK വിപിനയെയാണ് SI P യദുകൃഷ്ണനും സംഘവും പിടികൂടിയത്. മോഷ്ടാവ് പിടിയിലായത് വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടതിന് പിന്നാലെ. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. ഇത്തവണ 99.5% വിജയം. ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയത് കണ്ണൂർ ജില്ല. 100% വിജയം നേടി പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ സ്കൂളുകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ പാർക്ക് വിത്ത് ബസ് യൂണിറ്റ് ചീമേനിയിൽ സ്ഥാപിക്കും. ഇതിനായി 450 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറക്കി. കണ്ണൂരിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും പതാക ജാഥയ്ക്ക് തുടക്കമായി. UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കരിവെള്ളൂർ പലയേരിയിൽ നവവധുവിന്റെ 30 പവൻ ആഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി AK വിപിനെയാണ് SI P യദുകൃഷ്ണനും സംഘവും പിടികൂടിയത്. ദിവസങ്ങൾക്കു ശേഷം വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് മോഷ്ടാവ് പിടിയിലായത്. കരിവെള്ളൂരിൽ നവവധുവിന്റെ 30 പവന്റെ ആഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി AK വിപിനെയാണ് SI KP യദുകൃഷ്ണനും സംഘവും പിടികൂടിയത്. ദിവസങ്ങൾക്ക് ശേഷം വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മോഷ്ടാവ് പിടിയിലായത്. SI KP യദുകൃഷ്ണനും സംഘവും യുവതിയുടെ ഭർത്താവിന്റെ കരിവെള്ളൂരിലെ വീട്ടിലെ ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മോഷ്ടാവിനെ കുറിച്ച് വ്യക്തത വന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പോയ പോലീസ് സംഘം തിരിച്ചെത്തിയതോടെ മോഷ്ടാവ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആഭരണങ്ങൾ വീടിന് സമീപം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. നിരവധി ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. മെയ് 1 വൈകുന്നേരം 6 മണിക്കും മെയ് 2 തീയതിക്കുമിടയിലാണ് കരിവെള്ളൂർ പല്ലിയേരിയിലെ AK അർജുനന്റെ ഭാര്യ കൊല്ലം തെക്കേവേള സ്വദേശിനി അർച്ചന സുധിയുടെ 30 പവന്റെ ആഭരണങ്ങൾ മോഷണം പോയത്. വിവാഹ ദിവസം വീടിന് മുകൾ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച 3 മാലകൾ, 9 വളകൾ എന്നീ ആഭരണങ്ങളാണ് മോഷണം പോയത്. 20 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായുള്ള പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയെങ്കിലും പുരോഗതിയുണ്ടായില്ല. വിവാഹ ചടങ്ങിനെത്തിയ യുവതിയുടെ കൊല്ലത്തെ ബന്ധുക്കളെയും ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിലെ സുഹൃത്തുക്കളെയും കണ്ടെത്തി പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം വിവാഹത്തിൽ പങ്കെടുത്ത നാട്ടുകാരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പോലീസ് വീണ്ടും സംഭവസ്ഥലത്തെത്തിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ കവർ കണ്ടെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. 99.5% ഇത്തവണത്തെ വിജയശതമാനം. ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയത് കണ്ണൂർ ജില്ലയാണ്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ സ്കൂളുകൾ 100% വിജയം നേടി. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. 99.5% ഇത്തവണത്തെ വിജയശതമാനം. 61,441 വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം.
ഏറ്റവും കൂടുതൽ ഫുൾ A+ നേടിയ ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് വിജയശതമാനം തിരുവനന്തപുരം ജില്ലയിലാണ്. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ കണ്ടങ്കള്ളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 105 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 32 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 66 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 11 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 50 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 13 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. കോറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 35 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ 100% വിജയം. 296 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 157 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 229 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 55 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പഞ്ചായത്ത് തലത്തിൽ രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 99.5% വിജയം. 139 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 12 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 143 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 66 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം നേടി. പരീക്ഷ എഴുതിയ 328 വിദ്യാർത്ഥികളിൽ 74 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ പാർക്ക് വിത്ത് ബെസ് യൂണിറ്റ് ചീമേനിയിൽ സ്ഥാപിക്കും. ഇതിനായി 450 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറക്കി. സൗരോർജ്ജത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ബാറ്ററിയിൽ സംഭരിച്ച് രാത്രി ഉപയോഗിക്കാനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ പാർക്ക് വിത്ത് ബെസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം യൂണിറ്റ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ സ്ഥാപിക്കും. ചീമേനി വില്ലേജിലെ കാക്കടവ് റോഡരികിൽ ഇതിനായി 450 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായാണ് ഇത് നടപ്പിലാക്കുന്നത്. സോളാർ പാർക്കിന് 45.48 കോടി രൂപയാണ് ചെലവ്. 30% കേന്ദ്ര സർക്കാർ സബ്സിഡിയാണ്. KSCBയും കേന്ദ്ര സോളാർ എനർജി കോർപ്പറേഷനും ചേർന്ന് രൂപീകരിച്ച പ്രത്യേക കമ്പനിയായ പവർ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനാണ് ഇതിന്റെ നിർവഹണ ചുമതല. 100 മെഗാവാട്ടിന്റെ സോളാർ പ്ലാന്റാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇതിൽ 50 മെഗാവാട്ട് KSCBയുടെ ഗ്രിഡിലേക്ക് നൽകുമ്പോൾ ബാക്കി പകുതി ബസ്സിൽ സംഭരിക്കും. രാത്രി 6 മണി മുതൽ 11 വരെയുള്ള പീക്ക് സമയത്ത് KSCBക്ക് നൽകും. സോളാർ പ്ലാന്റിനുള്ള അനുമതിയാണ് ആദ്യം നൽകിയിരുന്നത്. എന്നാൽ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി കമ്മി പരിഹരിക്കാനാണ് ബസ് കൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. സൗരോർജ്ജ പാർക്കും ബസ് യൂണിറ്റും ഒരുമിച്ച് വരുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതിയാണിത്. ജില്ലയിൽ തന്നെ പൈവളികയിലും അമ്പലത്തറയിലും 50 മെഗാവാട്ടിന്റെ ഓരോ സോളാർ പ്ലാന്റുകളുണ്ടെങ്കിലും ബാറ്ററിയിൽ സംഭരിക്കാനുള്ള സംവിധാനമില്ല. പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നേരിട്ട് അപ്പോൾ തന്നെ KSCBക്ക് നൽകുകയാണ് ചെയ്യുന്നത്. 4 മണിക്കൂർ 50 മെഗാവാട്ട് വീതം വൈദ്യുതി ലഭിക്കണമെങ്കിൽ 200 മെഗാവാട്ട് സംഭരണ ശേഷിയുള്ള ബാറ്ററി യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടി വരും. സംസ്ഥാനത്തെ ആദ്യത്തെ ബസ് നിലയവും കാസർഗോഡാണ് അനുവദിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂരിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും പതാക ജാഥയ്ക്ക് തുടക്കമായി. UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പതാക ജാഥയ്ക്ക് തുടക്കമായി. UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്തു. അവയ്ക്ക് സുരക്ഷിതത്വം നൽകാനും ആ നിക്ഷേപങ്ങളുടെ ഗ്യാരണ്ടി ഉറപ്പു നൽകാനും കഴിഞ്ഞുകൊണ്ട് അവർക്ക് ന്യായമായ മിതമായ പലിശയും ലാഭവിധവും നൽകി അതോടൊപ്പം ജീവിതം മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കൃഷിക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും മറ്റ് ചെറുകിട വ്യവസായികൾക്കുമൊക്കെ നിശ്ചിതമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ലോണും മറ്റു കാര്യങ്ങളും നൽകി ഇന്ത്യയുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയെ വലിയൊരു രൂപത്തിൽ താങ്ങി നിർത്തുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ പോലെ 8-3 പതിറ്റാണ്ടായി KP ശശി അധ്യക്ഷത വഹിച്ചു. ബാബു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ഭാനു പ്രകാശൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, KV മോഹനൻ, വൈജുലാൽ K, സുനിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. T. ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ ഭാഗമായി പയ്യന്നൂർ റോപ്പ് വൈപ്പ് സംഘടിപ്പിച്ചു.
പയ്യന്നൂരിലെ വ്യത്യസ്ത മേഖലകളിലെ ടീമുകളെ സംഘടിപ്പിച്ചാണ് പയ്യന്നൂർ റോപ്പ് വൈബ്സ് സൗഹൃദ കമ്പവലി മത്സരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ റോപ്പ് വൈബ്സ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. നേരൊരു വോളിബോൾ ടൂർണമെന്റോ മത്സരമോ ആരംഭിക്കുന്നത് പോലെയല്ല, അനുബന്ധമായി ഒരു പെരുങ്കളിയാട്ടം എന്ന പോലെ വ്യത്യസ്തമായ വിവിധങ്ങളായ പരിപാടികളിൽ കൂടിയാണ് വോളിബോൾ ടൂർണമെന്റിലേക്ക് കടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് ലഹരിക്കെതിരായിട്ടുള്ള വിപുലമായ ഒരു ക്യാമ്പയിൻ നമ്മുടെ നാട് ഏറ്റെടുത്ത ഈ ഘട്ടത്തിൽ ടി ഗോവിന്ദാട്ടൻ്റെ നാമധേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വോളിബോൾ ടൂർണമെന്റിന് മുന്നോടിയായും ഇത്തരമൊരു കമ്പവലി മത്സരം നമ്മുടെ ഈ പയ്യന്നൂർ നഗരം കേന്ദ്രീകരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പയ്യന്നൂരിൻ്റെ കടാവിളക്ക് എന്നാണ് സഖാവ് ഗോവിന്ദാട്ടൻ എന്ന് വിശേഷിപ്പിച്ചത്. പയ്യന്നൂരിൻ്റെ കലാ സാംസ്കാരിക മേഖലയിലും കായിക രംഗത്തും നിറസാന്നിധ്യമെന്ന് മാത്രമല്ല, അതിൻ്റെ സകല പ്രവർത്തനങ്ങളുടെയും നേതൃത്വമായിരുന്ന സഖാവ് ഗോവിന്ദാട്ടൻ്റെ നാമധേയത്തിൽ അഡ്വക്കേറ്റ് വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ടി ഐ മധുസൂദനൻ MLA, KV ലളിത, P സന്തോഷ്, V നാരായണൻ, MK രാജൻ, CV രാജു തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ പോലീസ്, ബാർ കൗൺസിൽ, പ്രസ് ഫോറം, KSEB വർക്കേഴ്സ്, അധ്യാപകർ, ചുമട്ടുതൊഴിലാളികൾ, KCEU എന്നീ ടീമുകളാണ് പങ്കെടുത്തത്. വനിതാ കമ്പവലിയിൽ മഹിളാ അസോസിയേഷൻ ടീം നഗരസഭ വനിതാ കൗൺസിലർ ടീമുമായി സൗഹൃദ മത്സരം നടന്നു. ഫൈനൽ മത്സരത്തിൽ പയ്യന്നൂർ പോലീസ് ടീം 1ാം സ്ഥാനവും ചുമട്ടുതൊഴിലാളികൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ മഹിളാ അസോസിയേഷൻ വിജയിച്ചു. തുടർന്ന് ഷേണായി സ്ക്വയറിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ നാടൻപാട്ട് കലാകാരന്മാർ അണിനിരന്ന കണ്ണൂർ വടക്കൻസിന്റെ പാട്ടിന്റെ പ്രതിരോധം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെള്ളൂർ കണ്ടോത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ PP ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണവും പെൻഷൻ ഭവൻ പുനർനാമകരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. വെള്ളൂർ നാടകപ്പുരയിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. KSSPU സംസ്ഥാന നേതാവായിരുന്ന PP ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെള്ളൂർ കണ്ടോത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്നു. പെൻഷൻ ഭവന് ഭാസ്കരൻ മാസ്റ്ററുടെ പേരു നൽകുകയും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനവും പുനർനാമകരണവും നിർവഹിച്ചു. അടുത്ത ബന്ധം പുലർത്താൻ ഭാസ്കരൻ മാസ്റ്ററുമായി ഞങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. വെള്ളൂരിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ കൃഷിക്കാരെ നമ്മുടെ ഏരിയക്കാലത്ത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി, അതിനെല്ലാം ഉപരിയായി ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ വെള്ളൂരിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭാസ്കർ മാസ്റ്റർ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് വലുതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. EP ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം E മുകുന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. K ഭാസ്കരൻ മാസ്റ്റർ, A രാമചന്ദ്രൻ, NV കുഞ്ഞിരാമൻ മാസ്റ്റർ, KK രാജലക്ഷ്മി ടീച്ചർ, VP സുകുമാരൻ, K തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് നെൽകൃഷിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നിലമൊരുക്കുന്ന തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഏഴോത്തെ കൈപ്പാട് നെൽകൃഷിക്ക് ഭൗമസൂചിക പദവി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഇക്കുറി നെൽകൃഷിയിൽ 100 മേനി കൊയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഴോത്തെ കർഷകർ. തരിശു നിലം ഉൾപ്പെടെ കൃഷിയോഗ്യമാക്കാനുള്ള ഒരുക്കത്തിലാണിവർ. പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത്തവണയും നിലമൊരുക്കുന്നത്. രാവിലെ 6 മണി മുതൽ 12 മണി വരെയാണ് നിലമൊരുക്കൽ പ്രവൃത്തി ചെയ്തു വരുന്നത്. കണ്ണം, കോട്ടക്കീൽ, ചെങ്ങൽ, അവത്തേക്കൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും കൈപ്പാട് കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ചൂട് കൂടിയതും കർഷകരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൃഷി കുറവാണ്. കൃഷി ചെയ്യാത്ത ഇടങ്ങൾ കണ്ടൽക്കാടുകൾ നിറയുന്നതായി പരാതിയുമുണ്ട്. ഫുൾ കൃഷി ചെയ്ത ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ഇതെല്ലാം പകുതിയിൽ അധികം കുറഞ്ഞിട്ട് ഒരു കാൽഭാഗമായിട്ടാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. അതന്നെ തൊഴിലുറപ്പുകാർ ഈ കൃഷി സ്ഥലം കൊത്തുന്നതുകൊണ്ട് ഇപ്പം പിന്നെ കൃഷി നടത്തുന്നത്. എല്ലാവരും
കൃഷി പിന്നെ കുതിര നെല്ലാണ് എല്ലാവരും പിന്നെ കൃഷി ചെയ്യുന്നത്. 7-1, 7-2 ആദ്യം കുറേ ആൾ പരീക്ഷിച്ചിരുന്നു. പക്ഷെ അത് പിന്നെ അതിൻ്റെ വിളവ് വൈകുന്നതുകൊണ്ട് ഈ കുതിരയെല്ലാം മൂർന്നതിന് ശേഷമേ അത് പിന്നെ അതിൻ്റെ വിളവാകുന്നുള്ളൂ. അപ്പോൾ പ്രാവെല്ലാം നശിപ്പിക്കുന്നതുകൊണ്ട് അതിപ്പം ആൾക്കാർ കൃഷി ചെയ്യാൻ മടിക്കുന്നു. അതുകൊണ്ട് മിക്ക ആളും ഇപ്പം കുതിര തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നിലമൊരുക്കുന്നതാണ് കൈപ്പാട് കൃഷിയിലെ പ്രധാന പ്രവൃത്തി. ഈ രംഗത്ത് യന്ത്രവൽക്കരണം ഇതുവരെ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കൈപ്പാട് കൃഷി കുറഞ്ഞു വരികയാണ്. പൂർണ്ണമായും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൈപ്പാട് കൃഷിക്ക് ഇന്നും വലിയ ഡിമാൻഡാണ്. ഇക്കുറി ഏറെ പ്രതീക്ഷയിലാണ് കർഷകരുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഉൽപാദന ചെലവും രോഗബാധയും ക്ഷീരമേഖലയെ കൈയൊഴിയുവാൻ കർഷകരെ പ്രേരിപ്പിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഇപ്പോൾ കന്നുകാലി വളർത്തൽ കുറഞ്ഞുവരുന്നു. ഒരു കാലത്ത് ഗ്രാമങ്ങളിലെ ഓരോ വീടുകളിലും ഒരു പശുവെങ്കിലും ഉണ്ടായിരുന്നു. കാലികളെ നോക്കി സമ്പത്ത് അളന്ന കാലവും നമുക്കുണ്ടായിരുന്നു. പാല് അന്നുമിന്നും നമുക്ക് അത്യാവശ്യവുമാണ്. പക്ഷേ കന്നുകാലി വളർത്തൽ പതിയെ അപ്രത്യക്ഷമാവുകയാണ്. ഉയർന്ന ഉൽപാദന ചെലവാണ് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം. കാലിത്തീറ്റയുടെ വില വർധനവ്, ഓരോ വർഷം കഴിയും തോറും വർദ്ധിക്കുന്ന വൈക്കോലിൻ്റെ വില, വൈദ്യുതി ചാർജ്, അങ്ങനെ പോകുന്ന ഉൽപാദന ചെലവ്. കർഷകന് പാലിന് കിട്ടുന്ന ശരാശരി വില 43 രൂപയാണ്. ഉൽപാദന ചെലവ് അതിലും കൂടും. കൂടാതെ പുതിയ കാലത്തെ രോഗങ്ങൾ കർഷകർക്ക് നൽകുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതാണ്. കരിവെള്ളൂർ, പുത്തൂർ, ഒയോളം, ഏറ്റുകൊടുക്ക, പായം, വെളിച്ചംതോട് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പേരിനു മാത്രമേ കന്നുകാലികളുള്ളൂ. 60 വയസ്സ് പിന്നിട്ടവർ കന്നുകാലി വളർത്തൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ മുമ്പേ പശുക്കളില്ലാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല. 2-3 അതിലും കൂടുതലുണ്ടായിരുന്ന സ്ഥലമാണ് ഒയോളത്ത്. അതായത് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ നാം മാത്രമേ, അതേ കറവ് പറഞ്ഞാൽ 10 ആൾ കറക്കാനുള്ള സ്ഥലത്ത് ഇന്ന് കറവ് 1 മാറിയിട്ടുണ്ട്. അത്രയും കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള അതായത് തീറ്റക്കില്ല വില കൂടുതലും, അതായത് പാലിന് വളരെ കുറവ് തന്നെയാണ്. ഒരു ശരാശരി 40-45 അടിയിൽ മാത്രമേ കർഷകർക്ക് പാലിന് വില കിട്ടുന്നുള്ളൂ. അത് കൂടാതെ അതിൻ്റെ രോഗങ്ങളും പലതരത്തിലുണ്ട്. അതുകൊണ്ട് ക്ഷീര കർഷകർ വളരെ വിഷമത്തിലാണ്. ഏറ്റവും ത്യാഗമില്ല പണിയും കൃഷിയിലേക്ക് വെച്ചിട്ട് ക്ഷീര കർഷകർക്കാണ് അനുഭവപ്പെടുന്നത്. പുതിയ തലമുറയ്ക്ക് പശുക്കളോടൊന്നും താല്പര്യവുമില്ല. ഓമന മൃഗങ്ങളെ വളർത്താനാണ് അവർക്കിഷ്ടം. കാലിയാകുന്ന കാലിസമ്പത്ത് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് ഏറെ ദോഷകരമാകുമെന്ന കാര്യം തീർച്ചയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓപ്പൺ ഫ്രെയിം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 3-ാം ദിവസമായ വ്യാഴാഴ്ച കുമ്മാട്ടി ചിത്രത്തിലെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത കുമ്മാട്ടി എന്ന ചിത്രത്തിന്റെ 45-ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഓപ്പൺ ഫ്രെയിം ആദര പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന ഓപ്പൺ ഫ്രെയിം 10ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ കുമ്മാട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം കുഞ്ഞിരാമ മാഷ് ഞങ്ങളുടെ മലയാളമൊക്കെ എടുത്തിരിക്കുന്ന ഓഫീസ് കാര്യങ്ങൾ ചെയ്തിരുന്ന, പിന്നീട് കാസർഗോഡ് പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന കുഞ്ഞിരാമ മാഷ് ചോദിച്ചു അവസാനത്തെ രംഗത്തിന്റെ അർത്ഥം. പി മുരളീധരൻ മോഡറേറ്ററായി. ഈ ചിത്രത്തിൽ അഭിനയിച്ച ചലച്ചിത്ര താരം കുട്ടിയേട്ടത്ത് വിലാസിനെ അശോക് ഉണ്ണികൃഷ്ണൻ, സിനിമയുടെ ചിത്രീകരണം നടന്ന ചീമേനി പ്രദേശത്തു നിന്നും ചിത്രത്തിൽ അഭിനയിച്ച അനിത, ജയശ്രീ പുത്തൂർ, ശശികുമാർ, ശൈലജ, ശ്രീവത്സൻ, സുരേന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഉപഹാര സമർപ്പണം നിർവഹിച്ചുകൊണ്ട് CV ബാലകൃഷ്ണൻ അരവിന്ദൻ സിനിമകളെക്കുറിച്ച് സംസാരിച്ചു. മേളയിൽ പ്രദർശിപ്പിച്ച ജലമുദ്ര എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അജിത് കുമാറുമായുള്ള ചോദ്യോത്തരവേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് അബുദാബി KMCC കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജാജിമാർക്കുള്ള യാത്രയയപ്പും നിർധനരായ രോഗികൾക്കുള്ള മരുന്ന് വിതരണവും നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് അബുദാബി KMCC കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജാജിമാർക്കുള്ള യാത്രയയപ്പും KMCC സ്നേഹസ്പർശം 6ാം ഘട്ടം നിർധനരായ രോഗികൾക്കുള്ള മരുന്ന് വിതരണ പരിപാടിയുടെ ഉദ്ഘാടനവും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് KMCC മരുന്ന് വിതരണവുമായി 6 വർഷമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കുഞ്ഞിമംഗലം RR മെഡിക്കൽസ് ഉടമ ഇഗ്നേഷ്യസിനെ ആദരിച്ചു. കുഞ്ഞിമംഗലം മുസ്ലിം ജമാഅത്ത് പള്ളി ഖതീബ് ഇർഷാദ് മന്നാനി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. CH ഹഫീൽ അധ്യക്ഷത വഹിച്ചു. അഷറഫ് ബാഘവി, TP മുസ്തഫ, ഖാദർ N, KV നൌഷാദ്, TP മുസ്തഫ മാസ്റ്റർ, ഷബി അലി ഫൈസി, തയ്യിൽ താജുദ്ദീൻ,
മുസ്തഫ MKP, നൌഫൽ M, അഷറഫ് കാങ്കോൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മെയ് 10 ലോക ദേശാടന പക്ഷി ദിനം. കാങ്കോലിൽ എല്ലാ വർഷവും സ്ഥിരമായി എത്താറുള്ള ദേശാടന പക്ഷികൾ ഇക്കുറി എത്തിയില്ല. ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട പക്ഷികൾ മറ്റൊരിടം തേടി പോയതാകാം. ദേശാടന പക്ഷികളെക്കുറിച്ചും അവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ലോക ദേശാടന പക്ഷി ദിനത്തിന്റെ ലക്ഷ്യം. പങ്കിട്ട ഇടങ്ങൾ പക്ഷി സൗഹൃദ നഗരങ്ങളും സമൂഹങ്ങളും സൃഷ്ടിക്കുന്നു എന്നതാണ് 2025 ലോക ദേശാടന പക്ഷി ദിനത്തിലെ പ്രമേയം. പക്ഷി സൗഹൃദ ഇടങ്ങൾ ഇല്ലാതാകുന്നു എന്നതിനുദാഹരണമാണ് എല്ലാ വർഷവും മുറതെറ്റാതെ കാങ്കോലിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ദേശാടന പക്ഷികൾ ഇക്കൊല്ലം എത്തിയില്ല എന്നത്. ആദ്യം ഇവ KSABയുടെ എതിർവശത്തുള്ള സ്ഥലത്താണ് എത്തിക്കൊണ്ടിരുന്നത്. ആ പ്രദേശത്ത് കെട്ടിടങ്ങൾ ഉയർന്നപ്പോഴാണ് ശിവക്ഷേത്ര മൈതാനത്ത് എത്താൻ തുടങ്ങിയത്. അവിടെയും സ്ഥാനമില്ലാതായതോടെയാണ് പക്ഷികൾ ഇത്തവണ എത്താതിരുന്നത്. ഇത് പക്ഷിസ്നേഹികളിൽ വേദന പടർത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. രണ്ടാം ക്ലാസ്സുകാരൻ നമ്രതിന്റെ വ്യത്യസ്ത തെയ്യങ്ങളുടെ ചിത്രശില്പ പ്രദർശനം വേറിട്ടതായി. ചെറുവത്തൂർ പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രശസ്ത ചിത്രകാരനുമായ തിരുവനന്തപുരം കാരക മണ്ഡപം വിജയകുമാർ എമ്പുരാൻ ചിത്രശില്പ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്രതിന്റെ കുഞ്ഞുകൈകളിലൂടെ ക്രയോൺസുകളാൽ രൂപപ്പെട്ട വർണ്ണചിത്രങ്ങളിൽ അപൂർവങ്ങളായ 39 തെയ്യങ്ങളാണ് ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. ശത്രുസംഹാരവും ശിഷ്ടപരിപാലനവും നടത്തുന്ന പീഠവഴക്ക പ്രകാരമുള്ള 39 തെയ്യങ്ങളുടെ സർഗരചനകളാണ് ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറുവത്തൂർ പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രപ്രദർശനം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറും പ്രമുഖ ചിത്രകാരനുമായ തിരുവനന്തപുരം കാരക്ക മണ്ഡപം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തെയ്യം കണ്ട് അല്ലെങ്കിൽ തെയ്യത്തിൻ്റെ ചിത്രങ്ങളിലൂടെ കാഴ്ചയിലൂടെ ആ തെയ്യത്തെ മുഴുവൻ മനസ്സിലേക്ക് ആവാഹിക്കുന്നത് നമ്മളിത് സ്വതന്ത്രമായി വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുഖരൂപങ്ങളുടെ ഭാവങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ചെമ്പ്രകാനം ചിത്രശില്പകല അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CV ഗിരീശൻ, M പവിത്രൻ, അനിൽ നീലാംബരി, രജീഷ് കുളങ്ങര, M പ്രദീപ് എന്നിവർ സംസാരിച്ചു. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയും ചെമ്പ്രകാനം ചിത്രശില്പകല അക്കാദമി വിദ്യാർത്ഥിയുമായ നമ്രത തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കരിവള്ളൂർ നെടുവപ്പുറത്തെ A അനീഷിന്റെയും A രശ്മിയുടെയും മകനാണ്. ചിത്രരചനയ്ക്കൊപ്പം ശില്പനിർമ്മാണത്തിലും ശാസ്ത്രീയ പരിശീലനത്തിനുള്ള തയ്യാറെടുപ്പ് നമ്രത ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ കാൽനടയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി ഒവുചാലിന്റെ ഇളകിയ സ്ലാബ്. ദിവസേന നിരവധി പേർ സഞ്ചരിക്കുന്ന നടപ്പാതയിലാണ് അപകടം പതിയിരിക്കുന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ എരിപുരം ഇറക്കത്തിലാണ് നടപ്പാതയിലെ ഓവുചാലിന്റെ സ്ലാബ് ഇളകി മാറിയത് കാൽനടയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നത്. മാടായി കോളേജ്, സ്കൂൾ, ട്രഷറി, ബാങ്ക്, മാടായിക്കാവ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദിവസേന നിരവധി പേർ പോകുന്നത് ഈ നടപ്പാതയിലൂടെയാണ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടതും ഈ റോഡരികിലൂടെ തന്നെയാണ്. ഒന്ന് കാൽ തെറ്റിയാൽ യാത്രക്കാർ ഓവുചാലിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. അത് വലിയൊരു അപകടമാകും ഉണ്ടാക്കുക. രാത്രികാലങ്ങളിലും മറ്റും യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇത് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്രവൃത്തി നടത്തണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് മാറ്റി വെക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിലോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ പോകും. നമുക്ക് ഇവിടെ കോളേജുണ്ട്, മടായി കോളേജുണ്ട്, 2 ഹൈസ്കൂളുണ്ട്, ഗേൾസും ബോയ്സും 2 ഹൈസ്കൂളുണ്ട്, 3-4 ബാങ്കുണ്ട് ഇവിടെ, പിന്നെ ട്രഷറി ഉണ്ട്, ആശുപത്രി ഉണ്ട്. ഇവിടെ നടന്നു പോകുന്നവർ, പഴയങ്ങാടി ഇറങ്ങി നടന്നു പോകുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന കണ്ണപുരം ഉൾപ്പെടെയുള്ള പലയിടത്തും ഓവുചാലുകൾക്ക് മുകളിൽ സ്ലാബ് ഇല്ലാത്ത അവസ്ഥയാണ്. സ്ലാബ് ഉള്ളതിൽ പലതും പൊട്ടിയും കിടക്കുന്നുണ്ട്. ഇത് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നുള്ളത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. പലതവണ പരാതി പറഞ്ഞിട്ടും ഇതുവരെ അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്.
എരിപുരം ഇറക്കത്തിലെ ഓവുചാലിന്റെ സ്ലാബ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നും ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്നുമുള്ള ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാഞ്ഞങ്ങാട് നടക്കുന്ന SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം വിളംബരപ്പെടുത്തി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ലാഷ് മോബ് നടത്തി. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ M. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജാതി സെൻസസിന് തുടക്കമിടുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഉൾപ്പെടെയുള്ള 7ഓളം വിഷയങ്ങളിലൂന്നി നടക്കുന്ന സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, ചെറുവത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, ഉദുമ, കാസർഗോഡ് എന്നീ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന ചടങ്ങിൽ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമായ M. സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി P. രാജീവൻ, ജില്ലാ കമ്മിറ്റി അംഗം E. സജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്തരിച്ച മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി മകനും പേരമക്കളും ചിത്രപ്രദർശനത്തിലൂടെ സ്മരണാഞ്ജലി ഒരുക്കുന്നു. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ മെയ് 10 മുതൽ 13 വരെയാണ് പ്രദർശനം നടക്കുക. പയ്യന്നൂരിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമായിരുന്ന നഗരസഭാ മുൻ കൗൺസിലറും റിട്ടയർഡ് ഹെഡ്മിസ്ട്രസുമായിരുന്ന PP ലക്ഷ്മി ടീച്ചറുടെയും റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയും വിമുക്ത ഭടനുമായിരുന്ന VP കൃഷ്ണന്റെയും ഓർമ്മയ്ക്കായാണ് മകനും ചിത്രകലാ പരിഷത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ വിനോദ് പയ്യന്നൂരും ആതിര MV, ആനന്ദ് VP, അരവിന്ദ് VP എന്നിവരും കുടുംബ ചിത്രപ്രദർശനം നടത്തുന്നത്. ഒപ്പം ലക്ഷ്മി ടീച്ചർ വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. പയ്യന്നൂരിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ മെയ് 10 മുതൽ 13 വരെയാണ് പ്രദർശനം നടക്കുക. ഞായറാഴ്ച വൈകിട്ട് 3:30 TI മധുസൂദൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കലാസാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. മാധ്യമ സമ്മേളനത്തിൽ പ്രമോദ് അടുത്തില, വിനോദ് പയ്യന്നൂർ, K. ശിവകുമാർ, അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ, തങ്കരാജ് കൊഴുമൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദൃശ്യ പയ്യന്നൂരിന്റെ 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ദൃശ്യ മ്യൂസിക് ഫെസ്റ്റിന്റെ മെഗാ ഫൈനൽ മത്സരം മെയ് 11 വൈകിട്ട് 5:30 മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വച്ച് നടക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും പങ്കെടുത്ത 70ഓളം മത്സരാർത്ഥികളിൽ നിന്നാണ് ഫൈനൽ റൗണ്ട് മത്സരത്തിലേക്കുള്ള 8 പേരെ തിരഞ്ഞെടുത്തത്. ദൃശ്യയുടെ 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ദൃശ്യ മ്യൂസിക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മ്യൂസിക് ഫെസ്റ്റിന്റെ മെഗാ ഫൈനൽ മത്സരം മെയ് 11 ഞായറാഴ്ച വൈകുന്നേരം 5:30 മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വച്ച് നടക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും പങ്കെടുത്ത 70 മത്സരാർത്ഥികളിൽ നിന്നാണ് ഫൈനൽ റൗണ്ട് മത്സരത്തിലേക്കുള്ള 8 പേരെ തിരഞ്ഞെടുത്തത്. ആദ്യ റൗണ്ട് മത്സരത്തിൽ നിന്ന് 20 പേരെ തിരഞ്ഞെടുത്തതിനു ശേഷം നടത്തിയ 2ാം റൗണ്ട് മത്സരത്തിൽ നിന്നാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ഫൈനൽ മത്സരം മെലഡി, സെമി ക്ലാസിക്കൽ, ഫസ്റ്റ് റൗണ്ട് എന്നീ 3 റൗണ്ടുകളിലായിട്ടാണ് നടത്തുന്നത്. മത്സരങ്ങൾക്ക് വിധികർത്താക്കളായി കേരളത്തിലെ പ്രഗത്ഭ സംഗീതജ്ഞരായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ, VT മുരളി, വേണു മാസ്റ്റർ എന്നിവരെത്തും. മത്സരത്തിൽ വിജയിക്കുന്ന 1, 2, 3 സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് യഥാക്രമം 25,000, 15,000, 10,000 രൂപ ക്യാഷ് അവാർഡും മൊമന്റോയും ലഭിക്കും. ദൃശ്യ മ്യൂസിക് ഫെസ്റ്റ് മെഗാ ഫൈനൽ മത്സരം TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്യും. K. ശിവകുമാർ, അഡ്വക്കേറ്റ് KV ഗണേശൻ, K. കമലാക്ഷൻ, CV രാജു, PV ലക്ഷ്മണൻ നായർ, M. ചന്ദ്രൻ, C. വൈശാഖ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പറവൂർ മണികണ്ഠപുരം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം മെയ് 11 മുതൽ 18 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാതമംഗലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പറവൂർ മണികണ്ഠപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 11 മുതൽ 18 വരെ നടക്കും. ബ്രഹ്മശ്രീ വാച്ചാവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മെയ് 11 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ആചാര്യവരണം, തുടർന്ന് മഹാത്മ്യ വർണ്ണന, മെയ് 16 വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര എന്നിവ നടക്കും. സപ്താഹ ദിവസങ്ങളിൽ ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാതമംഗലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് MG സുനിൽ പ്രകാശ്, സെക്രട്ടറി S അരുൺകുമാർ, വൈസ് പ്രസിഡന്റ് S ശരത് രാജ്, പ്രേമചന്ദ്രൻ, KK സജികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരളം ALP സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരളം ALP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പെരളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദിയോടനുബന്ധിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതിൽ ഓരോ മാസവും വ്യത്യസ്ത പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കലാ സാംസ്കാരിക പരിപാടികളോടൊപ്പം തന്നെ ഇതുപോലുള്ള മറ്റ് പരിപാടികളും നടത്തുക എന്നാണ് ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ചടങ്ങ് എന്നുള്ള നിലയിലാണ് ഇന്ന് ഈ ആയുർവേദ ക്യാമ്പ് നടത്തുന്നത്. സ്കൂൾ വെക്കേഷൻ സമയമാണ്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PM ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സബിത ക്ലാസ് എടുത്തു. ഹെഡ് മാസ്റ്റർ CM പ്രമോദ്, മിനി K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരുവാമ്പ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം ബണ്ണാരപ്പുരയുടെ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്ത് മധുസൂദനൻ തിരുമുമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. കാലപ്പഴക്കത്താൽ നാശോന്മുഖമായതിനാൽ പുതുക്കിപ്പണിത പെരുവാമ്പ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം ഭണ്ഡാരപ്പുരയുടെ പാലുകാച്ചൽ ചടങ്ങും സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്ത് മധുസൂദനൻ തിരുമുമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. രാവിലെ മുതൽ പശുദാന പുണ്യാഹം, ഗണപതി ഹോമം എന്നിവ നടന്നു. തുടർന്ന് പാലുകാച്ചൽ ചടങ്ങും പ്രസാദ വിതരണവും ഉണ്ടായി. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവെള്ളൂർ പലയേരിയിൽ നവവധുവിന്റെ 30 പവൻ ആഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി AK വിപിനയെയാണ് SI P യദുകൃഷ്ണനും സംഘവും പിടികൂടിയത്. മോഷ്ടാവ് പിടിയിലായത് വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടതിനു പിന്നാലെ. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. ഇത്തവണ 99.5% വിജയം. ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയത് കണ്ണൂർ ജില്ല. 100% വിജയം നേടി പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ സ്കൂളുകൾ. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ പാർക്ക് വിത്ത് ബെസ് യൂണിറ്റ് ചീമേനിയിൽ സ്ഥാപിക്കും. ഇതിനായി 450 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവിറക്കി. കണ്ണൂരിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും പതാക ജാഥയ്ക്ക് തുടക്കമായി. UDF കണ്ണൂർ ജില്ലാ ചെയർമാൻ PT മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.